ദുൽഹജ്ജ് മാസം പിറന്നതോടെ ഹജ്ജിന്റെ തിരക്കിലേക്ക് നീങ്ങുകയാണ് സൗദി അറേബ്യ. രാജ്യത്തെ ഭൂരിഭാഗം സർക്കാർ സംവിധാനങ്ങളും ഉദ്യോഗസ്ഥരും ഹജ്ജ് സേവനത്തിലാണ്. മെയ് 25 മുതൽ 30 വരെയുള്ള ദിവസങ്ങളിലാണ് ഹജ്ജ് കർമ്മങ്ങൾ നടക്കുക. ഈ മാസം 27-നാണ് ഗൾഫിൽ ബലിപെരുന്നാൾ. ഇന്നാണ് ദുൽഹജ്ജ് 1, അതായത് ഹജ്ജ് മാസത്തിലെ 1-ാം തീയതി. ദുൽഹജ്ജ് 8-നാണ് ഹജ്ജ് കർമ്മങ്ങൾക്ക് തുടക്കമാവുക, അതായത് മെയ് 25 തിങ്കളാഴ്ച. അന്നാണ് ഹാജിമാർ മിനായിലേക്ക് ഹജ്ജ് കർമ്മങ്ങൾക്ക് വേണ്ടി പുറപ്പെടുക. തൊട്ടടുത്ത ദിവസം മെയ് 26-നാണ് അറഫ സംഗമം. ഹിജ്റ കലണ്ടർ പ്രകാരം ദുൽഹജ്ജ് 9-ന് ഹാജിമാർ ഹജ്ജിന്റെ ആത്മാവായ അറഫയിൽ ഒത്തുചേരും. അന്ന് സൂര്യാസ്തമയം വരെ ഹാജിമാർ അറഫയിൽ തങ്ങും. അറഫ ദിനം രാത്രി ഹാജിമാർ മിനായിലേക്കുള്ള വഴിയിലുള്ള മുസ്ദലിഫയിൽ വിശ്രമിക്കും. ഇത് ഹജ്ജിന്റെ ഭാഗമാണ്. പിന്നീട് തൊട്ടടുത്ത ദിനം പുലർച്ചെ മിനായിലേക്ക് തിരികെ എത്തും. മെയ് 27-നാണ് ഹാജിമാർ മിനായിലേക്ക് തിരികെ എത്തുക. അന്നാണ് ബലി പെരുന്നാൾ. ഹാജിമാർ കഅബക്കരികിലെത്തി ഹജ്ജിന്റെ തവാഫ് കർമ്മങ്ങൾ പൂർത്തിയാക്കും. ഒപ്പം ബലികർമ്മം പൂർത്തിയാക്കി മുടി മുറിക്കും. ഇതോടെ ഹജ്ജിന് അർദ്ധവിരാമമാണ്. എന്നുവെച്ചാൽ ഹജ്ജിന്റെ പ്രധാനപ്പെട്ട കർമ്മങ്ങൾ അതോടെ പൂർത്തിയാകും. പിന്നീടുള്ള 3 ദിനം ഹാജിമാർ മിനായിൽ തങ്ങും. ജംറയിലെത്തി കല്ലേറ് കർമ്മവും പൂർത്തിയാക്കും. മെയ് 28 മുതൽ 30 വരെ ഇത് നീളും. മെയ് 30-ന് സൂര്യാസ്തമയത്തിന് മുന്നേ ഹാജിമാർ മിനായോട് വിട പറയും. ഇതോടെ ഹജ്ജ് കർമ്മങ്ങൾ പൂർത്തിയാകും. പിന്നീട് ഹാജിമാർക്ക് നാട്ടിലേക്ക് മടങ്ങും മുമ്പ് കഅബക്കരികിലെത്തി വിടവാങ്ങൽ തവാഫ് പൂർത്തിയാക്കാം. ദുൽഹജ്ജ് മാസം പിറന്നതോടെ സൗദിയിലെ സർക്കാർ ഓഫീസുകൾ അവധിയിലേക്ക് പ്രവേശിക്കുകയാണ്. സാങ്കേതികമായി അവധിയാണെങ്കിലും പകുതിയിലേറെ ഉദ്യോഗസ്ഥരും ഹജ്ജ് സേവനത്തിനായി മക്കയിലേക്ക് നീങ്ങിയിട്ടുണ്ട്. ഇതോടെ സൗദി ഭരണ സംവിധാനം മുഴുവൻ ഹജ്ജിനായി എത്തുന്ന 20 ലക്ഷത്തിലേറെ തീർത്ഥാടകരുടെ സേവനത്തിലേക്ക് വഴിമാറുകയാണ്. അഫ്താബുർ റഹ്മാൻ, മീഡിയ 1, റിയാദ്.